ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമായ 34-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 34-ാം അധ്യായത്തിൽ മോശയുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. 80-ാമത്തെ വയസ്സിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട് 40 വർഷം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കനാനിലേക്ക് വഴി നടത്തിയവനായ മോശ ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പ് വരുന്നതിന് മുൻപ് പാറയടിച്ച് വെള്ളം പുറപ്പെടുവിച്ചു എന്ന ഒറ്റ കാരണത്താൽ വാഗ്ദത്ത ദേശമായ കനാനിൽ പ്രവേശിക്കുവാൻ സാധിക്കാതെ മോശ നെബോ പർവ്വതത്തിൽ വെച്ച് മരിക്കുകയാണ്. യഹോവയായ ദൈവം മോശയെ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ പിസ്ഗാ മുകളിൽ കൊണ്ടുചെന്ന് കനാൻ ദേശം നോക്കിക്കാണുവാൻ അനുവദിച്ചു. അവിടെ നിന്ന് മോശ ദേശം മുഴുവൻ നോക്കിക്കണ്ടു. ഓരോ ഗോത്രങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ സ്ഥലം അദ്ദേഹം നോക്കിക്കണ്ട് സംതൃപ്തി അടയുകയാണ്. തനിക്ക് ആ നാട്ടിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ദൈവത്തോടുള്ള അവിശ്വസ്തത, അല്ലെങ്കിൽ ദൈവം പറയുന്നതിന് മുൻപ് ആ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവം മോശയ്ക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ആ ശിക്ഷ വളരെ സന്തോഷത്തോടുകൂടി മോശ ഏറ്റുവാങ്ങുകയാണ്. തന്നെ സ്നേഹിച്ച ദൈവം തരുന്ന ഏതൊരു ശിക്ഷയും മോശയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഒരു നിരാശാകരമായ അനുഭവമല്ല. എത്രയോ അത്ഭുതങ്ങളിലൂടെ ദൈവം തന്നെ വഴി നടത്തി, ദൈവം തന്നെ വിളിച്ചു. ആ ദൈവത്തോടുള്ള വിശ്വസ്തത മരണത്തിലും മോശ ഇവിടെ കാണിക്കുകയാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുകയും പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്നത് വിശ്വാസി ജീവിതത്തിൻ്റെ ഭാഗമല്ലത്. അത് കാര്യസാധ്യത്തിനു വേണ്ടി ദൈവത്തെ വിളിക്കുന്ന മനോഭാവം മാത്രമാണ്. അതുകൊണ്ട് എന്നെ വിളിച്ചവൻ എന്നെ കരുതിക്കൊള്ളുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഇവിടെ മോശയ്ക്കുണ്ട്. ഇവിടെ വായിക്കുന്നു, ആ നെബോ പർവ്വതത്തിൽ വെച്ച് മോശ മരിക്കുമ്പോൾ 120 വയസ്സ് പ്രായമായിരുന്നു. ആ 120 വയസ്സ് വരെ മോശയുടെ കണ്ണ് മങ്ങുകയോ ശരീരം ബലക്ഷയമാവുകയോ ചെയ്തില്ല. ഒരു വശത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, മറുവശത്ത് ദൈവം ശക്തമായ രീതിയിൽ മോശയെ വഴി നടത്തുന്നതായി നമ്മൾ കാണും. 120 വയസ്സിലും കണ്ണിന് നല്ല കാഴ്ച. മറ്റുള്ളവരാൽ നയിക്കപ്പെടേണ്ട അവസ്ഥ മോശയ്ക്കില്ല. അവൻ മറ്റുള്ളവരെ നയിക്കുന്നവനാണ്. അവൻ്റെ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചു പോരുന്നെങ്കിൽ മുന്നോട്ട് അവരെ കൊണ്ട് പോകാനാവില്ല. പക്ഷേ മോശ ആരോഗ്യവാനായിട്ട് നിൽക്കുന്നു. ദൈവം അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും മോശയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. മോശ മരിച്ചു, അവനെ അവിടെ അടക്കിയെന്ന് നമ്മൾ വായിക്കുന്നു. ആ അടക്കിയ സ്ഥലം ഇതുവരെ ആരും കണ്ടില്ല. അതുകൊണ്ട് മോശയെ സംസ്കരിച്ച് ദൈവമായിരിക്കണം. മനുഷ്യരാരെങ്കിലുമാണ് അത് സംസ്കരിച്ചിരുന്നെങ്കിൽ ആ സ്ഥലം അവർക്കറിയാമായിരുന്നു. പക്ഷെ അവിടെ താഴ്വരയിൽ മോശയെ സംസ്കരിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി മോശയെ നമ്മൾ താബോർ മലയിൽ യേശുവിനോട് ചേർന്ന് നമുക്കവിടെ കാണാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് മോശ മരിച്ചതിന് ശേഷം 30 ദിവസം ഇസ്രായേൽ ജനം വിലാപം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ അന്നത്തെ രീതിയിൽ അവർ പ്രാർത്ഥിച്ചു കാണും. മോശ മരിച്ചതിലുള്ള ദുഃഖം അവർ പങ്കുവെച്ച് കാണും. അതിനുശേഷം മോശ യഹോവയുടെ കൽപ്പന പ്രകാരം മോശ തലയിൽ കൈവച്ച അനുഗ്രഹിച്ചവനായ യോശുവ ഇസ്രായേൽ ജനത്തെ, നൂൻ്റെ മകനായ യോശുവ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുകയാണ്. ഇനി വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം കിട്ടുന്നത് യോശുവയ്ക്കാണ്. ഉറ്റുനോക്കാൻ ദേശം വിട്ടപ്പോൾ കാലേബും യോശുവയും മാത്രമാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിലനിന്നവർ. ബാക്കി എല്ലാവരും അവിടെ പതറിപ്പോവുകയും അവരൊക്കെ മരുഭൂമിയിൽ പെട്ടുപോവുകയും ചെയ്തു. ആ വിശ്വാസധീരനായ മോശ, യഹോവയായ ദൈവം യോശുവയെ തിരഞ്ഞെടുത്തു. ആ യോശുവ ആ മോശ ജനത്തെ വഴി നടത്തിയതുപോലെ തന്നെ ഇവിടെ വഴി നടത്തുകയാണ്.
ഇവിടെ വായിക്കുന്നു, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു എന്നാണ്. മോശയുടെ മേൽ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു, അതേ ആത്മാവ് യോശുവയുടെ മേൽ വന്ന് ആ ജനത്തെ മുഴുവൻ വഴി നടത്താനുള്ള ശക്തിയും പ്രാപ്തിയും യോശുവയ്ക്ക് അവിടെ ലഭിക്കുന്നതായി നമ്മൾ ഇവിടെ വായിക്കുന്നു. അവസാന ഭാഗത്ത് പറയുന്നു, ദൈവം മുഖാമുഖം കണ്ട് സംസാരിച്ച മോശയെ പോലെ പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. മോശ മരിച്ചാലെന്താ, ജീവിച്ചാലെന്താ? ഇതല്ലേ ആ ഒരു മനുഷ്യ ലഭിക്കാവുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ സാക്ഷ്യം. ദൈവം മുഖാമുഖം കണ്ട് സംസാരിച്ച മോശയെ പോലെ പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. മോശ അതുല്യനാണ്. മോശയ്ക്ക് പകരം വെക്കാൻ വാസ്തവത്തിൽ ഈ ഭൂമിയിൽ മറ്റാരുമില്ല. ഒരുപാട് ജീവിത പ്രതിസന്ധി, ജനനം മുതൽ മോശയുടെ ചരിത്രം മുഴുവൻ നമ്മൾ മുമ്പ് വായിച്ചു. ഒരുപാട് ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയി. അവസാനം ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതാണ് വിശ്വാസ ജീവിതം. അപ്രകാരം ഒരു ജീവിതമാണ് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കേണ്ടത്. ആ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും പൂർണ്ണതയുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതിന് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടുകൂടി പഞ്ചഗ്രന്ഥങ്ങൾ, ആദ്യത്തെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകങ്ങൾ മോശ എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്ന 5 പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി നാളെ മുതൽ നമ്മൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ദൈവം ഇത്രയും നാൾ നമ്മളെ വഴി നടത്തിയതുപോലെ ദൈവമേ പരിശുദ്ധാത്മാവേ, അടുത്ത പുസ്തകവും വായിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള കഴിവും ശക്തിയും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരമാവധി ആളുകളൊക്കെയും ഇതിൽ പങ്കെടുക്കുവാൻ തക്കോണം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എല്ലാവരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ദൈവവചനം ദിവസവും വായിക്കുവാനുള്ള ഒരു പ്രേരണ മറ്റുള്ളവർക്ക് കൊടുക്കുകയും നമുക്ക് ചെയ്യണം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണല്ലോ ദൈവവചനം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇതിൽ ആദ്യം മുതൽ ഇതിനെ സഹകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന, പ്രാർത്ഥന കൊണ്ട് ശക്തീകരിക്കുന്ന എല്ലാവരുമുള്ള നന്ദി പ്രത്യേകമായിട്ട് കർത്തൃനാമത്തിൽ വളരെ വിനീതമായി അറിയിക്കട്ടെ. നാളെ മുതൽ യോശുവയുടെ പുസ്തകം വായിക്കാൻ നമുക്കൊരുങ്ങാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.